ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നിന്ന് പ്രവിത ലക്ഷ്മി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രവിത, ക്ഷേത്ര മുറ്റത്തേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ സ്കിൻ, ഇപ്പൊ അനുജ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിറയെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഈ ഭക്തരൊക്കെ ഇവിടെ ഈ ക്യൂവിൽ ഇങ്ങനെ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് നട തുറന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ ഇപ്പോൾ അകത്തേക്ക് കയറ്റി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഭക്തരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പൊങ്കാല ഇടുക, അത് കഴിഞ്ഞിട്ട് അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അത്ര വലിയ ഭക്തിയോടെയാണ് ഇവിടെ ആളുകൾ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ മൺകലങ്ങളിലാണ് പൊങ്കാല നൈവേദ്യം അർപ്പിക്കുന്നത്. പലപ്പോഴും ഈ ഭക്തർ ചില നേർച്ചയൊക്കെ നേരാറുണ്ട്. ഇപ്പോൾ ഒരു മൺകലത്തിൽ മാത്രമല്ല 100 മൺകലങ്ങൾ അല്ലെങ്കിൽ 101 മൺകലത്തിലൊക്കെ പൊങ്കാല അർപ്പിക്കാമെന്ന് നേർച്ച നേരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് പൊങ്കാല നൈവേദ്യം അർപ്പിക്കുന്നത്. പിന്നെ അനുജ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട നൈവേദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ അനുജ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ അത് ഒഴുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് വരെ വരുന്ന ആളുകളുണ്ട് ഈ നൈവേദ്യം അർപ്പിക്കാൻ വേണ്ടി മാത്രം. പൊങ്കാല സമയത്ത് മാത്രം അവധിയെടുത്ത് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആളുകളുണ്ട്, വിദേശത്ത് നിന്ന് അടക്കം. അപ്പോൾ അത്തരത്തിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും SKN ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വർഷം വരാനിരുന്നാൽ അവർക്ക് മനസ്സിലെന്തോ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പലരും സംസാരിച്ചപ്പോൾ പറയുന്നത്. അത്ര വലിയ ഭക്തിയാണ് അവരുടെ ആഗ്രഹ സാഫല്യത്തിനായി, ഒപ്പം തന്നെ അവരുടെ കുടുംബത്തിന് ഐശ്വര്യത്തിനായി. എല്ലാവരും സ്ത്രീകളാണ്, അറിയാലോ, സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്ത്രീകൾ പ്രധാനമായും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അവരുടെ വിവിധ ആവശ്യങ്ങൾ അങ്ങനെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവരെല്ലാവരും ഇവിടേക്ക് എത്തുന്നത്. മാത്രമല്ല കുടുംബത്തിന് സർവ്വ ഐശ്വര്യം ലഭിക്കും ഈ പൊങ്കാല അർപ്പിച്ചാൽ എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ പൊങ്കാല നൈവേദ്യത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന്, ഒപ്പം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ നിൽക്കുന്നത് പ്രധാന നടയ്ക്ക് മുന്നിലാണ്. അല്പസമയം മുൻപ് ഇവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നാരങ്ങ വിളക്ക് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടിലൊന്നാണ്. ആഗ്രഹ സാഫല്യത്തിനായും ഒപ്പം തന്നെ ഐശ്വര്യത്തിനായിട്ടുമൊക്കെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നവരുണ്ട്. അത്തരത്തിൽ നാരങ്ങ വിളക്ക് കത്തിച്ചതിന് ശേഷം അകത്ത് പ്രവേശിക്കുന്നവരുണ്ട്. ഇപ്പോൾ അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ആ തിരക്ക് ഈ ക്യൂവിൽ നിന്ന് തന്നെ കാണാം. കിലോമീറ്ററുകൾക്കപ്പുറം വരെ ഈ ക്യൂ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഈ ഭക്തരൊക്കെ എപ്പോൾ തൊഴുത് കഴിയും എന്നോട് ചോദിച്ചാൽ അത് അറിയില്ല. എന്നാൽ തന്നെ അവർ വലിയ ക്ഷമയോടെയാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്, തൊഴുക, അതിനുശേഷം പൊങ്കാല അർപ്പിക്കുക. ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ അത്തരത്തിലൊരു ഐതിഹ്യം കൂടിയുണ്ട്. ആദ്യം ആറ്റുകാലമ്മയെ കണ്ട് തൊഴുതതിന് ശേഷം, അനുവാദം വാങ്ങിച്ചതിന് ശേഷം വേണം പൊങ്കാല അർപ്പിക്കാൻ. അത്തരത്തിലാണ് ഈ വിശ്വാസികൾ പറയുന്നത്. അപ്പോൾ അതിനായി മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടാണെങ്കിലും പൊങ്കാല അർപ്പിക്കാനായി ക്യൂ നിന്ന് അകത്ത് കയറാനുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ഇവിടെ ആളുകൾ. ഇപ്പോൾ ഇങ്ങനെ ക്യൂ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ദീപാരാധനയ്ക്കായി നടയടയ്ക്കും. അതിനു മുൻപ് പരമാവധി ആളുകളെ കയറ്റി തൊഴിയിക്കുക എന്നുള്ള അതാണ് ഇപ്പോൾ ആറ്റുകാൽ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്ന നടപടി. ഒപ്പം തന്നെ ഇവിടെ ഈ പൊങ്കാല അർപ്പിക്കാൻ വരുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ചൂട് കൂടി വരികയാണ്. പല ഭക്തരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കിതൊരു ആത്മസമർപ്പണത്തിന്റെ കൂടി നേരമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഭക്ത നമുക്ക് ചോദിക്കാം, ചേച്ചി എത്രാമത്തെ തവണയാണ് വരുന്നത്? ഇല്ല, ആദ്യത്തെ തവണയാണ്. എന്താ വരാൻ കാര്യം? എന്റെ മോന് സുഖമില്ലാത്തോണ്ട് വരുന്നയാ. പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും നേർച്ചയുണ്ട്? നേർച്ച. എന്ത് നൈവേദ്യമാണ് അർപ്പിക്കുന്നത്? അത് പിന്നെ പൊങ്കാലയാ, ശർക്കര പൊങ്കാല. ഓക്കെ, അങ്ങനെയാണ്. ഇവിടെ ഒരുപാട് പേർ ഇങ്ങനെ ക്യൂവിൽ കാത്ത്. ഞാൻ ഈ ക്യൂവിലേക്ക് നോക്കുകയായിരുന്നു. എങ്ങും സ്ത്രീകളാണ്. അങ്ങിങ്ങായി 1-2 പുരുഷന്മാർ ഈ ക്യൂവിനിടയിൽ കാണാമെന്നുള്ളത് ഒഴിച്ചാൽ മറ്റെല്ലാം സ്ത്രീകളാണ് എന്നുള്ളതാണ്. അവർ ഈ തിരുവനന്തപുരം നഗരം, ആറ്റുകാൽ ക്ഷേത്ര പരിസരം എല്ലാം കീഴടക്കി കഴിഞ്ഞു. 3000-ലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. കാരണം പൊങ്കാലയാണ്, അടുപ്പ് കത്തിച്ചാണ് ഈ പൊങ്കാല നൈവേദ്യം അർപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ പടരാനുള്ള സാഹചര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണം, തീ പടരാതിരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അഗ്നിശമന സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള സുരക്ഷാ ചെക്കിംഗ് ഒക്കെ അല്പസമയം മുൻപ് ഇവിടെ നടക്കുന്നത് കണ്ടു. ഇത്തരത്തിൽ ഇതാണ് ഞാൻ സൂചിപ്പിച്ച നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ആ സ്ഥലം. ഇവിടേക്ക് ഇങ്ങനെ ഭക്തർ അവരുടെ നേർച്ചയായി നാരങ്ങ വിളക്കൊക്കെ കത്തിക്കാനായി എത്തുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ കണ്ടാലോ, നമ്മൾ അല്പസമയം മുൻപ് കണ്ട രീതിയിലല്ല, തിരക്ക് വീണ്ടും വർദ്ധിച്ചു വരികയാണ്. ഇനി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനായി. ഇതിൽ ഇത്തവണ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷമൊക്കെ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി ഉണ്ടായിരുന്നു. ഇത്തവണ അതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊഴിച്ചാൽ ഈ ക്ഷേത്രത്തിൽ രാവിലെ 10:15
പ്രധാന അടുപ്പിൽ തീ പകരും. അതിനുശേഷം ഇവിടെ വെടിക്കെട്ടുണ്ടാകും, കരിമരുന്ന് പ്രയോഗമുണ്ട്. അതൊരു സൂചനയാണ്, ദൂരെ ഉള്ള ആളുകൾക്ക് വരെ അറിയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ